ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. NSG അംഗത്വം ഇത്തവണ ഇന്ത്യക്ക് ലഭിക്കും എന്നാണ് ഇന്ത്യൻ ഭരണാധികാരികൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷയുടെ അടിസ്ഥാനം ചൈന നമ്മുടെ NSG അംഗത്വത്തെ എതിർക്കുന്നില്ല എന്നതാണ്. ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം 40 രാജ്യങ്ങളുടെ ഒരു സംഘമാണ്. ആ സംഘത്തിലേക്ക് ഇന്ത്യയെ കൂടി പ്രവേശിപ്പിക്കാൻ ഇന്ത്യക്ക് അതിനുള്ള യോഗ്യതയുള്ളതുകൊണ്ട് ഉള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ചൈനയുടെ നിരന്തരമായ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഭിക്കുമോ എന്ന കാര്യം സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാസം 23, 24 തീയതികളിൽ സിയോളിൽ NSG രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഇന്ത്യക്ക് അംഗത്വം നൽകപ്പെടും എന്ന ശുഭപ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. ആ വാർത്ത മാതൃഭൂമി, മനോരമ തുടങ്ങിയ സിറാജ് തുടങ്ങിയ പത്രങ്ങൾ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ തന്നിരിക്കുന്നു. NSG അംഗത്വം ഈ വർഷം തന്നെ ലഭിക്കും എന്ന പ്രത്യാശയാണ് മാതൃഭൂമിയും പങ്കുവയ്ക്കുന്നത്. അതിന് കാരണം ചൈന ഇന്ത്യയുടെ പ്രവേശനത്തെ എതിർക്കുന്നില്ല എന്ന സുഷമ സ്വരാജിൻ്റെ ഉറപ്പുമാണ്. അതേ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. മനോജ് മേനോനാണ് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ സാമഗ്രി ദാതാക്കളുടെ സംഘടനയായ NSGയിൽ ഇന്ത്യക്ക് ഈ വർഷം തന്നെ അംഗത്വം ലഭിക്കുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. ഇന്ത്യയുടെ അംഗത്വത്തെ ചൈന എതിർത്തിട്ടില്ല. മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചൈന ചെയ്തത്. പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രാജ്യത്തിൻ്റെയും NSG പ്രവേശനത്തെ ഇന്ത്യ തടയില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് പറഞ്ഞു. ഈ മാസം 23, 24 തീയതികളിൽ ആണവദാതാക്കളായ രാജ്യങ്ങളുടെ സമ്മേളനം സിയോളിൽ നടക്കുമ്പോൾ അതേ സംബന്ധിച്ച വിവരങ്ങൾ നമുക്കറിയാം. ഏതായാലും ഇന്ത്യക്ക് അംഗത്വം ലഭിക്കും എന്ന് നമ്മുടെ ഭരണകൂടം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അംഗത്വം ലഭിക്കാൻ ഇടയില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധർ, പല ഘട്ടങ്ങളിലുള്ള നയതന്ത്ര വിദഗ്ധർ, കേരളം മുതൽ എല്ലാ ഭാഗത്തുമുള്ള നയതന്ത്ര വിദഗ്ധർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ NSGയിൽ ഇത്തവണയും അംഗത്വം ലഭിക്കാൻ ഇടയില്ല എന്നു മാത്രമല്ല അടുത്തെങ്ങും തന്നെ അംഗത്വം ലഭിക്കാൻ ഇടയില്ല എന്ന നിരീക്ഷണങ്ങളുമുണ്ട്. ഏതായാലും ഈ മാസം അവസാനത്തോടെ ഏത് വിഭാഗത്തിൻ്റെ വീക്ഷണമാണ് ശരിയായി തീരാൻ പോകുന്നത് എന്ന് അറിയാൻ കഴിയും. അതിന് 23, 24 തീയതികൾ വരെ കാത്തിരുന്നാൽ മതിയാകും. കേന്ദ്ര സർവകലാശാലകളിൽ യോഗ കോഴ്സ് ഉടൻ ആരംഭിക്കാൻ പോകുന്നു. നാളെയാണ് യോഗാ ദിനമായി ഇന്ത്യ ആചരിക്കുന്നത്. വൻ ആചരണമാണ് വരുന്നത്. കേരളത്തിൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ എല്ലാ സർവകലാശാലകളിലും യോഗ കോഴ്സ് തുടങ്ങാൻ പോകുന്നു. ഉടനടി ഇത് ആരംഭിക്കാനാണ് സ്മൃതി ഇറാനിയുടെ നിർദ്ദേശം. 6ാം ക്ലാസ് മുതൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ യോഗ നിർബന്ധിത വിഷയമാക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ധാരാളം യോഗ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ വേക്കൻസികൾ വരും. അങ്ങനെ പഠിപ്പിക്കേണ്ട അധ്യാപകരുടെ യോഗ്യത എന്തായിരിക്കും അത് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അധ്യാപകരെ നിയമിക്കുക എളുപ്പമല്ല എന്ന് സർവകലാശാലകൾ പറഞ്ഞപ്പോൾ സ്മൃതി ഇറാനി പറയുന്നത് അത് സർവകലാശാലയ്ക്ക് തന്നെ തീരുമാനിക്കാം യോഗ്യതയെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ വലിയ വലിയ അനാരോഗ്യകരമായ അഴിമതികൾ ഇക്കാര്യത്തിൽ നടക്കാൻ ഇടയുണ്ട് എന്ന് സ്പഷ്ടം. യോഗാ വിഷയത്തിന് 100 മാർക്കാണ്. അതിൽ 80 മാർക്കും പ്രാക്ടിക്കലിന്, 20 മാർക്ക് മാത്രമാണ് തിയറിയിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 80 മാർക്ക് എന്ന് പറയുമ്പോൾ ജയിക്കാനുള്ള മാർക്കിൻ്റെ ഇരട്ടി മാർക്ക് പ്രാക്ടിക്കലിനെന്ന് പറയുമ്പോൾ ഈ അധ്യാപകർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം എന്നുകൂടി അർത്ഥം വരുന്നു. അതിൻ്റെ അർത്ഥം ജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അധ്യാപകൻ മാത്രമാകുമ്പോൾ 20% മാത്രമാണ് തിയറി. അത്തരമൊരു സാഹചര്യത്തിൽ അധ്യാപക നിയമനം അഴിമതിയിൽ വരും. ഇനി നിയമിക്കപ്പെട്ട അധ്യാപകരുടെ ഈ പ്രവർത്തനമുണ്ടല്ലോ അതുമൊക്കെ വലിയ അഴിമതിയായി മാറിത്തീരാനുള്ള
വലിയ അഴിമതി യോഗമായി തന്നെ അത് മാറിത്തീരുമെന്ന് സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. നാളെയാണ് യോഗാ ദിനം. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്നു ഈ ദിനത്തിന്. കഴിഞ്ഞ തവണയും അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി. അതിൻ്റെ ആക്ഷേപങ്ങൾ ശരിക്കും ദേശീയ പതാക അങ്കിതമായ അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട് ഉപയോഗിച്ച് അദ്ദേഹം കഴുത്തും മുഖവും കക്ഷവുമൊക്കെ തുടയ്ക്കുന്ന ചിത്രമുണ്ടായിരുന്നു. അത് ഒരവഹേളനമാണ് എന്ന ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് ഇത്തവണയും പ്രധാനമന്ത്രി തന്നെയാണ് നാളെ ഈ കസർത്തിന് നേതൃത്വം നൽകാൻ പോകുന്നത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ കസർത്തിന് വലിയ ഒരു പ്രചാരം ലഭിച്ചിരിക്കുന്നത്. നാം ആലോചിക്കണം. ഏതായാലും ജന്മഭൂമി എന്ന പത്രം 1-ാം പേജിൽ തന്നെ ഈ യോഗാ കസർത്തിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ജന്മഭൂമിക്ക് അത് ചെയ്യാം, കാരണം സംഘപരിവാരത്തിൻ്റെ പത്രമാണ്. പിന്നെ ഒരു പത്രം 1-ാം പേജിൽ ഈ ഡ്രില്ലിൻ്റെ വാർത്ത തന്നിരിക്കുന്ന പത്രം, ചിത്രം തന്നിരിക്കുന്ന ഏക പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമി എന്തിനിത് 1-ാം പേജിൽ നാളെ നടക്കാനിരിക്കുന്ന മഹാസംഭവത്തിൻ്റെ ചിത്രം ഇന്നേ കൊടുക്കേണ്ടത് എന്തിന് എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെയൊക്കെയാണ് മാതൃഭൂമി പത്രത്തിൻ്റെ ഗതിവിഗതികൾ. ഇപ്പോൾ ജിഷാവധവുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഇന്ന് പത്രലോകം തരുന്നുണ്ട്. അത് കൂടുതൽ അപഹാസ്യതയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം അമറുൽ ഇസ്ലാം എന്നയാളാണ് പ്രതി എന്ന് അവിതർക്കിതമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് പോലീസുകാർ അഥവാ അന്വേഷണ സംഘം നീങ്ങുന്നത്. അക്കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമേയില്ല എന്ന് അന്വേഷണ സംഘം വിചാരിക്കുമ്പോൾ പരിണിതപ്രജ്ഞരായ പല പോലീസ് ഉദ്യോഗസ്ഥരും അവർ പൊതുവായി ചാനലിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ അതങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നു. കാരണം ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയുന്ന രീതിയിൽ സ്വയം പര്യാപ്തമായിരിക്കണം കുറ്റപത്രം. എന്നാൽ അമറുൽ ഇസ്ലാം എന്നയാളെ മുൻനിർത്തി കുറ്റപത്രം സമർപ്പിച്ചാൽ അസംഖ്യം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, അസംഖ്യം വൈരുദ്ധ്യങ്ങൾ ഈ കാര്യത്തിൽ വരും എന്ന നിരീക്ഷണം വന്നിട്ടുണ്ട്. കാരണം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അമറുൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങളും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേയുള്ളൂ. ഒരുപക്ഷെ മരണത്തിൻ്റെ കാരണം മാത്രമല്ല, മരണം നടന്ന, കൊലപാതകം നടന്ന സമയത്തെ സംബന്ധിച്ചു പോലും വലിയ വൈരുദ്ധ്യങ്ങൾ വന്നാൽ കോടതിയിൽ അത് നിലനിൽക്കാത്ത കേസായി തീരും. ഏതായാലും അമറുൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന കാര്യത്തിന് അന്വേഷണ സംഘത്തിന് യാതൊരു സംശയമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തും എന്ന വാർത്ത മാതൃഭൂമി വാർത്തകൾ പുറത്തു തരുന്നു. തിരിച്ചറിയൽ പരേഡ് ഇന്നുണ്ടായേക്കും. ജിഷയുടെ അമ്മ രാജേശ്വരി, സഹോദരി ദീപ, അയൽവാസികളായ നാട്ടുകാർ, ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമ, അമറിനോടൊപ്പം താമസിച്ചിരുന്നവർ, കെട്ടിട ഉടമ തുടങ്ങിയവരെയാണ് പരേഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ചറിയൽ പരേഡ് വേഗത്തിലാക്കാൻ ഇവർക്കുള്ള സമൻസ് പോലീസ് നേരിട്ട് നൽകുകയായിരുന്നു. അതാണ് ആ കേസുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യം. എങ്കിലും ജിഷാവധം പുതിയ വഴിത്തിരിവിലേക്ക് മാറുന്നു എന്ന വാർത്ത പത്രലോകം തരുന്നു. ജിഷയെ കൊന്നതിന് പ്രതി ഇതുവരെ നാം അറിഞ്ഞതുപോലെയാണെങ്കിൽ പ്രതി പറഞ്ഞ കാരണം കൊല്ലാൻ മാത്രമുള്ള മുൻ വൈരാഗ്യമുണ്ടാകുന്നതിന് കാരണം ഒരു കുളിക്കടവിലെ സംഭവമാണ്. കുളിക്കടവിലെ സ്ത്രീകൾ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിയെന്നും പ്രതി ഒളിഞ്ഞു നോക്കിയെന്നും അങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ അസ്വസ്ഥരായ സ്ത്രീകൾ ഇയാളെ അടിച്ചു എന്നും ആ അടിക്കുന്നത് കണ്ട് ജിഷ ചിരിച്ചു എന്നും ആ ചിരിയാണ് വലിയ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രതികാരത്തിൻ്റെ ഉറവിടമെന്നും ഒക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്ത മാറി. ഇത് വലിയ പ്രതികാരത്തിനുള്ള ഉറവിടമൊന്നും ആകില്ല, തികച്ചും ദുർബലമാണ് ഈ വാദമുഖം എന്ന നിലയ്ക്ക് ധാരാളം വാദമുഖങ്ങൾ വന്ന സാഹചര്യത്തിൽ അത് മാറി മറ്റൊരു കഥയാണിപ്പോൾ പ്രചരിക്കുന്നത്. ജിഷാവധത്തിലെ പ്രതി അമറുൽ ഇസ്ലാമിൽ നിന്ന് ജിഷയും ജിഷയുടെ അമ്മയും ഒക്കെ ധാരാളം പണം കൈപ്പറ്റിയിരുന്നു അത്രേ.
അങ്ങനെ പണം കൈപ്പറ്റി ഇരിക്കുകയും അത് തിരിച്ചു തരാൻ മടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ചോദിക്കാനാണ് അമറുൽ ഇസ്ലാം കുളക്കടവിൽ അല്ലെങ്കിൽ സ്നാനഘട്ടത്തിൽ ചെന്നത്. വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നല്ലോ ചോദിക്കാൻ. ഏതായാലും അങ്ങനെ ചോദിച്ചപ്പോഴാണ് രാജേശ്വരി ഇയാളെ മർദ്ദിച്ചത് എന്ന് പുതിയ കഥ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, രാജേശ്വരിക്കും ജിഷയുടെ ചേച്ചി ദീപയ്ക്കും ജിഷയെപ്പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഇയാളെ പരിചയമുണ്ട്. തികച്ചും പരിചിതൻ എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. കടം വാങ്ങുക, കടം കൊടുക്കുക എന്ന് പറയുന്നതിനൊക്കെ ഭാഷയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഭാഷ മനസ്സിലാകുന്ന രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കൊള്ള കൊടുക്കലുകൾ നടക്കുന്നത്. ഭാഷ തീരെ വശമില്ലാത്തയാളാണ് ഇസ്ലാം എന്നും ഇസ്ലാമിൻ്റെ ഒരു ഭാഷയും ഇവർക്കാർക്കും അറിയില്ല എന്ന് ദീപയുമൊക്കെ പറയുമ്പോൾ പിന്നെ ഏതു ഭാഷയിലാണ് പണം കടം വാങ്ങിയത് എന്ന സംശയം ജനിക്കും. ഭാഷയില്ലാതെ പറയാവുന്ന അടിസ്ഥാന കാര്യങ്ങൾ മനുഷ്യർക്കുണ്ട്. നമുക്കറിയാവുന്നത് മാതിരി ദാഹം, വിശപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഭാഷയില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ, വിനിമയം നടത്താൻ ആഗ്രഹിച്ചാൽ അതിന് ഭാഷ കൂടിയേ തീരൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായ ഭാഷയില്ലാത്ത ഈ ആളുകളൊക്കെ എങ്ങനെയാണ് വലിയ പണം കടം വാങ്ങുന്നിടത്തേക്ക് എത്തിച്ചേർന്നതെന്നും അത് ചോദിച്ചപ്പോൾ തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതെന്നും ഒക്കെ ഉള്ളതാണ്. ഇനി പുതിയ തമാശകളായി പോലീസിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളാണ് പുതിയ തമാശകളായി രംഗത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കാൻ പോകുന്നത് എന്നുറപ്പ്. ജിഷയ്ക്കുള്ള പുതിയ വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. 15 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ താക്കോൽ നൽകപ്പെടും എന്നും ഇന്ന് വാർത്തയുണ്ട്. പാത്രിയാർക്കീസ് ബാവയ്ക്ക് നേരെ വധശ്രമം നടക്കുകയും ആ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്ത ലോകോത്തരമായ വാർത്താ മലയാള മനോരമ ഇന്ന് 1-ാം പേജിൽ ചരിത്രമായി തരുന്നു. പാത്രിയാർക്കീസ് ബാവയ്ക്ക് നേരെ സിറിയയിൽ ആക്രമണം നടത്തിയ ചാവേറും സുരക്ഷാ അംഗവും കൊല്ലപ്പെട്ടു. എങ്കിലും ബാവ സുരക്ഷിതനാണ്. സിറിയയിൽ ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് നേരെ സിറിയയിലെ ജന്മനാട്ടിൽ ചാവേർ ആക്രമണം നടന്നിരിക്കുന്നു. ബാവ രക്ഷപ്പെട്ടുവെന്ന വാർത്തയാണ് മലയാള മനോരമ 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നത്. പോലീസ് തലപ്പത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റി പകരം ലോകനാഥ് ബെഹ്റയെ അവരോധിക്കുകയുണ്ടായി. അന്നും വലിയ പ്രതിവാദങ്ങളൊക്കെ നടന്നെങ്കിലും അതിനുള്ള അവകാശം പുതിയ സർക്കാരിനുണ്ട് എന്ന് ഏകദേശം ധാരണയായി. ആ അവകാശങ്ങളുടെ ലോകം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സർക്കാർ DGPമാരായി നിയമിച്ച ഹേമചന്ദ്രൻ, ശങ്കർ റെഡ്ഡി എന്നീ പഴയ ADGPമാരുണ്ടല്ലോ, അവരെ വീണ്ടും മൂഷിക സ്ത്രീയായി വീണ്ടും എന്ന നിലയ്ക്ക് പഴയ ADGP സ്ഥാനത്തേക്ക് തരം താഴ്ത്താൻ പോകുന്നു. കാരണം അവരുടെ മേൽ നടത്തിയ അവർക്ക് നൽകിയ പ്രമോഷൻ വഴിവിട്ടതായിരുന്നു എന്ന കണ്ടെത്തലിൻ്റെ ഭാഗമായാണ് ഇരുവരെയും വീണ്ടും ADGPമാരായി തരം താഴ്ത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു. കോവളം രാധാകൃഷ്ണൻ അത് ഇപ്രകാരം എഴുതുന്നു. DGPമാരായി സ്ഥാനക്കയറ്റം ലഭിച്ച ഹേമേന്ദ്രനെയും ശങ്കർ റെഡ്ഡിയെയും തരം താഴ്ത്താനുള്ള നടപടി സർക്കാർ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാനക്കയറ്റം നൽകിയ ഇവരെ തരം താഴ്ത്തണമെന്ന ഫയൽ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദന് കൈമാറി. മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സ്വാഭാവികഗതിയിൽ ഇവർക്ക് നൽകിയ DGP പ്രമോഷൻ അന്ന് തന്നെ വിവാദമായിരുന്നു. അതുകൊണ്ട് ADGPമാരായി ഇവർ തരം താഴ്ത്തപ്പെടുമ്പോൾ പോലീസ് സേനയ്ക്കകത്ത് ഇവർ അനുഭവിക്കുന്ന അപമാനം വളരെ വലുതാണ്. 2 പേർ കൂടി കോടതിയിലേക്ക് പോയിക്കൂടായികയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെൻകുമാറിൻ്റെ പാത പറ്റി. ഇന്ന് മംഗളം മാത്രം ഗൗരവതരമായ ഒരു വാർത്ത എക്സ്ക്ലൂസീവ് വാർത്തയായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ വാർത്ത മംഗളത്തിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രാക്തന ആദിവാസി വിഭാഗമായ ഒരു വിഭാഗമാണ് ചോല നായ്ക്കർ വിഭാഗം.
വനാന്തരങ്ങളിൽ തന്നെ കഴിയുന്നവരാണവർ. പെട്ടെന്ന് നാട്ടുകാർക്ക് തന്നെ അവരെ കണ്ടെത്താനോ സഹവസിക്കാനോ ബുദ്ധിമുട്ടുള്ള വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ അടുത്തേക്ക് വിദേശീയരായ ആൾക്കാർ സഞ്ചരിച്ച് ചെന്ന് അവരുടെ രക്തസാമ്പിൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്കായി അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യങ്ങൾക്കായി പുറം ലോകത്തേക്ക് കടത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന ഒരു കുറ്റാന്വേഷണ രംഗത്ത് നിന്ന് ആലോചിച്ചാൽ ഗൗരവതരമായ ഒരു കാര്യമാണ് മംഗളം ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മംഗളത്തിൻ്റെ ആ വാർത്ത അത്രമാത്രം ആശാസ്യമോ അല്ലെങ്കിൽ അത്രമാത്രം മെച്ചപ്പെട്ട ഒരു വാർത്തയാണെന്നോ പറയാനാകില്ല. അതിൻ്റെ അന്വേഷണ താൽപ്പര്യത്തെ അംഗീകരിക്കുന്നു. ഏതായാലും സംഭ്രമജനകമായ ഭാവി സാധ്യതകളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വിദേശത്തെ മരുന്ന് കമ്പനികളിലേക്ക് ചോലനായ്ക്കരുടെ രക്തം അനധികൃതമായി കടത്തി എന്ന IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത കാണുക. ഗുഹാവാസികളും ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ അവശേഷിക്കുന്ന പ്രാക്തന ആദിവാസി വിഭാഗവുമായ ചോലനായ്ക്ക വിഭാഗക്കാരുടെ രക്തസാമ്പിളുകൾ വിദേശ മരുന്ന് കമ്പനികൾക്ക് അയച്ചു കൊടുത്തതായി ഇൻ്റലിജൻസ് റിപ്പോർട്ട്. മരുന്ന് പരീക്ഷണം അടക്കമുള്ള ആവശ്യങ്ങൾക്കായാണ് വിദേശ മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള രക്തസാമ്പിളുകൾ കടത്തിയത് എന്ന വിവരമാണ് റിപ്പോർട്ടിലുള്ളത്. ഇതുവഴി ഇടനിലക്കാർ വൻതുക കൈപ്പറ്റിയതായാണ് സൂചന. ഉൾവനത്തിൽ താമസിക്കുന്ന ചോലനായ്ക്ക വിഭാഗത്തെ അധികൃതരുടെ അനുമതിയില്ലാതെ സന്ദർശിക്കാനോ ഇവരുമായി ബന്ധപ്പെടാനോ യാതൊന്നും ശേഖരിക്കാനോ അനുമതിയില്ലെന്നിരിക്കെ അധികൃതരിൽ നിന്ന് ചിലരുടേതെന്ന ഒത്താശയോടെയാണ് 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചോലനായ്ക്കരുടെ രക്തം കടത്തിയത് എന്ന് VP നിസാർ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് മംഗളം ലീഡ് വാർത്തയാക്കി തന്നിരിക്കുകയും ചെയ്യുന്നു. RBI ഗവർണർ രഘുറാം രാജൻ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഗൗരവതരമായ നിലയ്ക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടന സഞ്ചരിക്കുന്നു എന്ന നിഗമനങ്ങളൊക്കെയുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിതെറ്റ് എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായവുമുണ്ട്. ഏതായാലും രഘുറാം രാജൻ സെപ്റ്റംബർ 4 സ്ഥാനമൊഴിയുകയാണ്. പകരം ആരാണ് വരാൻ ഇരിക്കുക? 1/2 ഡസനിലധികം താൽപ്പര്യക്കാർ ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ മുൻഗണന SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയ്ക്ക് എന്ന വാർത്ത നിൽക്കുമ്പോൾ ആ വാർത്ത ദേശാഭിമാനി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, രഘുറാം രാജനെ അപമാനിച്ച് ഇറക്കിവിടുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. സാജൻ യെവൂജീൻ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനത്ത് തുടരുകയില്ല എന്ന് രഘുറാം രാജൻ്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ. രഘുറാം രാജനെ മോദി സർക്കാർ അപമാനിച്ചിറക്കിവിടുന്നതിനെതിരെ വ്യവസായ ലോകവും ബാങ്കിംഗ് രംഗത്തെ പ്രമുഖരും രംഗത്ത് വന്നു. നിർണായക ഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ മാറുന്നത് സമ്പദ്ഘടനയ്ക്ക് ഗുണകരമാകില്ല എന്ന് സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്നവർ പോലും ചൂണ്ടിക്കാട്ടുന്നു. ശരിക്കും ആധുനിക സാമ്പത്തിക ഘടനയ്ക്ക് അല്ലെങ്കിൽ ഉദാരവൽകൃത സമ്പദ്ഘടനയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നയാളാണ് രഘുറാം രാജൻ. എന്നിട്ടും അദ്ദേഹത്തെ പിരിച്ചുവിടേണ്ടി വരുന്നത്, മാറ്റേണ്ടി വരുന്നത് അരുൺ ജെയ്റ്റ്ലി എന്ന ധനമന്ത്രിയുടെ നിർബന്ധവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാടും ഒക്കെയാണ് എന്നും ഈ വാർത്തയിൽ ദേശാഭിമാനി നമ്മോട് പറയുന്നുണ്ട്. ദളിത് യുവതിയുടെ ആത്മഹത്യാശ്രമം വാർത്തയാക്കി ജന്മഭൂമി ഒന്നാംപുറം നമുക്ക് വാർത്ത തരുന്നു. കാണുക, CPM സർക്കാർ പീഡനം, ദളിത് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ജന്മഭൂമി കൊട്ടിക്കലാശക്കത്തോടെ വലിയ വാർത്തയാക്കി നമുക്ക് തരുന്നത്. അതിങ്ങനെ: CPMൻ്റെയും സർക്കാരിൻ്റെയും ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് യുവതി അഞ്ജന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പ്രബുദ്ധ കേരളത്തിൻ്റെ ചരിത്രത്തിന് കളങ്കമായി മാറിയ ഭരണകൂടത്തിൻ്റെ ഈ ദളിത് പീഡനത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശദീകരണം സമൂഹ മനസാക്ഷിയെ അമ്പരപ്പിച്ചതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. യുവതി ആത്മഹത്യയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ആത്മഹത്യാശ്രമം നടത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് എന്ന് ജന്മഭൂമി പറയുമ്പോൾ യുവതിയെ വാർഡിലേക്ക് മാറ്റി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പാരസെറ്റമോൾ കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അത് അപഹാസ്യമാണ് എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു. ഏതായാലും CPMനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു നാടകമാണ് ഈ കാര്യത്തിൽ അരങ്ങേറിയിരിക്കുന്നത് എന്ന് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദളിത് പീഡന വാർത്തയുണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് അസ്തമിക്കും
എന്ന് വിചാരിക്കാനാവില്ല. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. മഴ വന്നു, മഴയ്ക്കൊപ്പം മാരകമായ പനികളും രംഗത്ത് വരുന്നു. ഡെങ്കിപ്പനിയാണ് ഇപ്പോൾ വരുന്ന പനികളിൽ പ്രധാന എതിരാളിയായി രംഗത്ത് വന്നിരിക്കുന്നത്. കാര്യായ പനി അതുതന്നെ എന്ന് മാതൃഭൂമി അതിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നു. ഡെങ്കിപ്പനിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്നാണ് അതിൻ്റെ ശീർഷകം. ആ പനിയെ സംബന്ധിച്ച മാതൃഭൂമിയുടെ ഭയം കാണുക. ഒരു വിപത്ത് നമ്മെ തുറിച്ചു നോക്കുകയാണ് ഡെങ്കിപ്പനി. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച 28 പേർക്കും ശനിയാഴ്ച 30 പേർക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണിത്. സ്വകാര്യ ആശുപത്രിയിൽ എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നതിൻ്റെ കണക്ക് ലഭ്യമല്ല. ഇതിനു പുറമെയാണ് എലിപ്പനി, മലമ്പനി, സാധാരണ പകർച്ചപ്പനി തുടങ്ങിയവ. മറ്റു രോഗങ്ങൾ പോലെയല്ല ഡെങ്കിപ്പനി. അതിനെ നിസ്സാരമായി കാണരുത്. അതിൻ്റെ വ്യാപനം അടിയന്തരമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. രോഗബാധ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഡെങ്കിപ്പനിയെ ആപത്കരമാക്കുന്നത്. ഡെങ്കിപ്പനി ബാധയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലില്ല. ആ വിവരങ്ങളുടെ അപഗ്രഥനവും പഠനവും രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും അത്യാവശ്യമാണ്. സർക്കാർ മേഖലയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം കൃത്യമായി അറിയാം. സ്വകാര്യ മേഖല അത് ആരോഗ്യവകുപ്പിന് നൽകാറില്ല. കൃത്യമായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെങ്കി വ്യാപനത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയുള്ള പഠനം നടക്കാതിരിക്കുന്നതിന് കാരണം അതാണ്. അത് ആശങ്കാകുലമാണ് എന്ന് നിരീക്ഷിക്കുന്നു മാതൃഭൂമി. ഇനി ഇന്നത്തെ കാർട്ടൂൺ. RBI ഗവർണർ സ്ഥാനം രഘുറാം രാജൻ ഒഴിയും എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. പകരം ആരാണ് വരാൻ പോകുന്നത്? നമുക്ക് ഈ കാർട്ടൂൺ കാണാം. RBI ഗവർണർ സ്ഥാനത്തിൻ്റെ വസ്ത്രവും ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും ബൂട്ടും ഒഴിഞ്ഞുകിടക്കുന്നത് കാണുക. ഈ വേഷമണിയാനുള്ള ആളെ ദൂരദർശിനി വെച്ച് ആകാശത്ത് തിരയുന്ന കേന്ദ്ര സർക്കാർ നയത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉറപ്പില്ലായ്മയെ ഹിന്ദുവിലെ കേശവ് കാർട്ടൂൺ കളിയാക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കാരോട് ഹൈവേ റോഡിൻ്റെ പണി ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. ഈ ചിത്രം കാണുക. പുരോഗമിക്കുന്ന ഈ ബൈപ്പാസിൻ്റെ മുക്കോലയിൽ നിന്നുള്ള ദൃശ്യമാണ്. വളവുകളും പുളവുകളും അടക്കമുള്ള ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചിത്രം ശിവജി കുമാർ പകർത്തി സിറാജ് അതിൻ്റെ അവസാന പുറത്ത് ഇന്ന് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.